ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നോൺ വെജിറ്റേറിയൻ വിഭവം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും മിക്കവാറും വീട്ടിൽ മത്സ്യം കൊണ്ടൊരു വിഭവം ഉണ്ടാകും. പിന്നെ അതിഥികളൊക്കെ വരുമ്പോൾ നമ്മൾ ഇറച്ചി പോലുള്ള കാര്യങ്ങൾ, കോഴിയിറച്ചിയാകാം, ആട്ടിറച്ചിയാകാം, അങ്ങനെയുള്ള കുറച്ചുകൂടി കുറച്ചുകൂടി വില കൂടിയ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ മത്സ്യമെന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷറിയായി മാറിക്കഴിഞ്ഞിരിക്കുക. അതായത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പണ്ടൊക്കെ നമ്മൾ മീൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു വിഭവം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതുപോലും വില കൂടിയിട്ട് ഇപ്പോൾ നമ്മൾക്ക് മീൻ എല്ലാ ദിവസത്തെ ഒരു വിഭവമാക്കി മാറ്റാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ പോലും നമ്മളുടെ രുചിഭേദങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് മത്സ്യം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഏത് വിധത്തിലാണെങ്കിലും പല രീതിയിലാണ് നമ്മൾ നാടൻ രീതിയിൽ കറി വയ്ക്കും, അല്ലെങ്കിൽ നാടൻ രീതിയിലുള്ള വറുത്ത് കഴിക്കൽ, ഇങ്ങനെയുള്ള പല തോരൻ വെച്ച് കഴിക്കുക, ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ മത്സ്യം കഴിക്കുന്നത്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ് മത്സ്യം. അപ്പോൾ നമ്മൾ മത്സ്യം കൊണ്ടൊരു പുതിയ വിഭവം തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊരു നാടൻ ചുവയുള്ളൊരു വിഭവമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് മീൻ വഴറ്റിയത്. ഞാനിപ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയും, അല്ലെങ്കിൽ നമ്മൾ ദശക്കട്ടിയുള്ള മത്സ്യം എന്നൊക്കെ പറയുമ്പോൾ നെമ്മീനിലാണ് തയ്യാറാക്കുന്നത്. പക്ഷേ നെമ്മീനെന്ന് പറയുന്നത് ഇപ്പോൾ തൊട്ടാ പൊള്ളുന്ന ഒരു വിലയുള്ള കാര്യമാണ്. എന്നാലും ഒരു 1/2 കിലോ നെമ്മീനിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി ദശക്കട്ടിയുള്ള മറ്റ് മത്സ്യങ്ങളിൽ നിങ്ങൾക്കും ഈ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. നെമ്മീൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ അത്തരം ഒരുപാട് മുള്ളില്ലാത്ത മീനാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മളുടെ ഈ മീൻ വഴറ്റിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദശക്കട്ടിയുള്ള മീൻ 1/2 കിലോ കഷ്ണങ്ങളാക്കിയത്. വറുക്കാൻ ആവശ്യമായ ചേരുവകൾ: മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, എണ്ണ, വറുക്കാൻ ആവശ്യമായത്. ഇനി വഴറ്റാൻ ആവശ്യമായ ചേരുവകൾ: സവാള 2 വലുത് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം നീളത്തിലരിഞ്ഞത്, മുളക് പൊടി 1/2 ടീസ്പൂൺ, നാരങ്ങാ നീര് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മളുടെ മീൻ വഴറ്റിയത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ മത്സ്യത്തിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്യാനുള്ള പീസസ് ആയിട്ട്, അതായത് വറുത്തെടുക്കുന്ന പാകത്തിന്, ഉണ്ട കഷ്ണങ്ങളല്ല, കുറച്ച് പരന്ന രീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ വറുക്കാനായിട്ട് ചേർക്കുന്ന കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു മസാല തയ്യാറാക്കി മീനിൽ നന്നായിട്ട് പുരട്ടി ഒരല്പസമയം മാറ്റി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് വറുക്കാൻ? മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർക്കാം. പിന്നെന്താ വേണ്ടത്? മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം കുമിച്ചെടുക്കുക. പിന്നെ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. ഒരല്പം ഉപ്പ്, ഈ 1/2 കിലോ മീനിന് പിടിക്കാൻ ആവശ്യമായ ഉപ്പ് ഇച്ചിരി ഇരിക്കട്ടെ, ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ, ഒരു ടീസ്പൂണോളം എണ്ണയും ചേർക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക, ഒരല്പം. കാര്യം മീനിൽ എന്തായാലും ഒരു ഈർപ്പമുണ്ട് കഴുകിയെടുക്കുമ്പോൾ, അതുകൊണ്ട് ഇച്ചിരി വെള്ളം. ഇതൊരു കുഴമ്പ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഏതാണ്ടായി. നമ്മൾക്കിനി കൈ കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ ഇച്ചിരി കട്ടിക്കാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ മീനിൽ എന്തായാലും കുറച്ച് ഈർപ്പമുണ്ട്. ആ ഈർപ്പം കൂടി വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനല്ലേ, അപ്പോൾ എന്തായാലും ഇച്ചിരി നനവുണ്ടാവും. അത് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ അല്പം വെള്ളം നമുക്ക് ചേർക്കാം. മീനിൻ്റെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ച് മീൻ കഷ്ണങ്ങൾ ഒരു 15 മിനിറ്റ് നേരമെങ്കിലും മാറ്റി വയ്ക്കുക. ഒരു 1/2 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലത്. പക്ഷേ അത്രയും സമയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു 15 മിനിറ്റ് സമയമേ ഉള്ളൂ. ആ സമയം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് 15 മിനിറ്റ് സമയം കഴിഞ്ഞു നമ്മളുടെ മീൻ വറുത്ത് തുടങ്ങാം. അപ്പോൾ സാധാരണ എങ്ങനെയാണ് നമ്മൾ വറുക്കുന്നത്? കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വറുത്ത് കോരുന്നൊരു രീതിയുണ്ട് പപ്പടം കാച്ചുന്ന പോലെ. പക്ഷെ നമ്മളിപ്പോൾ പപ്പടം കാച്ചുന്ന പോലെ അല്ല ചെയ്യുന്നത്, തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കുക. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും തരം എണ്ണ, റിഫൈൻഡ് ഓയിലാകാം അല്ലെങ്കിൽ വെളിച്ചെണ്ണയാകാം, വറുക്കാൻ ആവശ്യമായ എണ്ണ. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക.
ഇപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ. നമ്മൾക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇനി പാത്രം ചെറിയ തീയിലിട്ടിട്ട് പാത്രം ഒന്ന് അടച്ചിടാം. ഇത് നെയ്മീനാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അയക്കൂറ. പക്ഷേ എന്നാലും ചെറിയ തീയിൽ ഒന്ന് അടച്ചിടാം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒരു വിധം പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിടാം. അടപ്പ് മാറ്റിയിട്ട് മറിച്ചിടാം. ഇപ്പോൾ ഒരു സൈഡ് പാകത്തിന് മൂത്തിട്ടുണ്ടാകും. നമുക്കൊന്ന് നോക്കാം. ചെറിയ രീതിയിൽ ഞാൻ പാത്രം അടച്ചിട്ടിട്ടാണ് മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ചെറുതായിട്ട് കളർ മാറി തുടങ്ങി. ഇനി വീണ്ടും പാത്രം ഒന്ന് അടച്ചിടും. മറു സൈഡും കൂടി കുറച്ചൊന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മളുടെ മീനിൻ്റെ 2 സൈഡും പാകത്തിന് മൂത്ത് കഴിയും. അത് അടച്ചിട്ട് നമ്മൾ വറുത്തത് കൊണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഫിഷിൻ്റെ പീസസ്, മീനിൻ്റെ കഷ്ണങ്ങൾ മാറ്റാം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റി. ഇനി ബാക്കിയുള്ള ഇത്ര എണ്ണയുണ്ട്. ഏകദേശം എത്ര എണ്ണ വരും? ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും. ഇതിൽ ആ മുളക് പൊടിയുടെ അംശമൊക്കെ ഉണ്ട്, ആ മീനിൻ്റെ സത്തുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനിയാണ് നമ്മളിതൊരു മീൻ വഴറ്റിയതാക്കി മാറ്റാൻ പോകുന്നത്. ഇതേ എണ്ണയിലേക്ക് നീളത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ. പിന്നെന്താ വേണ്ടത്? അതുപോലെ തന്നെ നീളത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 2 പച്ചമുളക് നീളത്തിന് ചരിച്ച് മുറിച്ചത്. ഇനി തീ ഒരൽപ്പം കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിലിങ്ങനെ ഒരുപാട് പൊടിയൊക്കെ കിടക്കുകയാണെങ്കിൽ അത് വേണമെങ്കിലൊന്ന് മാറ്റാം. കാര്യം എന്താ വെച്ചാൽ ഈ മസാല നമ്മൾ ഈ മീൻ വറുത്തപ്പോൾ അതിൻ്റെ മസാല പൊടിഞ്ഞ് കിടക്കുന്നത് കൂടുതൽ മൂത്ത് പോകാണ്ടിരിക്കാൻ അത് മാറ്റാം. കാര്യം നമുക്ക് അത് കിടന്ന് കരിയാൻ പാടില്ല. ആ എണ്ണയുടെ ആവശ്യമുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരല്പം എണ്ണയും കൂടി അഡീഷണൽ ചേർത്ത് കൊടുക്കാം. കാര്യം അതിൻ്റെ ചൂട് ക്രമീകരിക്കാനായിട്ട്. കാര്യം ഇത് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, അതായത് 3 കാര്യങ്ങൾ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊന്ന് ചെറുതായി മൂത്ത് ഒരു മണം വരും. ഇപ്പം തന്നെ മണം വന്നു തുടങ്ങി. ഭയങ്കര ബ്രൗൺ ആകണ്ട, പക്ഷേ എന്നാൽ ഒന്ന് വാടി മൂക്കാൻ തുടങ്ങുന്നൊരു പാകം. ഇത് നമ്മുടെ സവാള. അപ്പോൾ ഈ എണ്ണ ശരിക്കും നല്ല മൂത്ത എണ്ണ ആയതുകൊണ്ട് ഒരു എണ്ണ കരിഞ്ഞൊരു സ്വാദ് വരാൻ പാടില്ല. അതുകൊണ്ട് ഒരല്പം എണ്ണയും കൂടി നമുക്ക് ഫ്രഷ് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഫ്രഷ് എണ്ണയും കൂടി ചേർത്ത് ഒരു എന്താ പറയുക, ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ അതിനകത്തുണ്ടായിരുന്നു. വീണ്ടും നമ്മളൊരു 1 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് പുതിയ എണ്ണ ഒഴിച്ചു. ഇനി ഈ സവാള ഒന്ന് വാടിയാൽ മാത്രം മതി. ഒരുപാട് മൂക്കണ്ട, ഒന്ന് വാടണം. ഞാൻ കറിവേപ്പില എന്തായാലും ചേരുവകളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരല്പം ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ അത് കുറച്ചുകൂടി രുചി അല്ലെങ്കിൽ മണം ഒക്കെ കിട്ടും. അപ്പോൾ സവാള ഒന്ന് വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മളൊരല്പം ഉപ്പ്, എന്തായാലും മീനിൻ്റെ കഷ്ണത്തിലെല്ലാം ഉപ്പുണ്ട്, പക്ഷേ എന്നാലും സവാളയിൽ ഉപ്പില്ലല്ലോ, ഒരല്പം ഉപ്പ് കൊടുക്കാം. എന്നിട്ട് അതും ഇതിൻ്റെ കൂടെ വഴറ്റി യോജിപ്പിക്കും.
അപ്പോൾ ശരിക്കും വേണ്ടത് ഈ സവാളയുടെ കരുകരിപ്പ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി കട്ടിയിൽ വേണം, ഒരുപാട് തിന്നായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഘനം കുറച്ച് നീളത്തിന് അരിയണ്ട, ഒരല്പം ഘനത്തിൽ തന്നെ നീളത്തിന് അരിയുക. എന്നാൽ ഒരുപാട് ഘനമാകാനും പാടില്ല. ഒന്ന് കഴിക്കാനായിട്ടൊന്ന് കടിക്കാനുള്ള കാര്യം ഉണ്ടാകണം, ആ ഒരു കരുകരിപ്പ്. അതാണ് ഒരുപാട് മൂക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് വാടി കഴിഞ്ഞു. അപ്പോൾ തീ ഒരല്പം കുറയ്ക്കുക. ഇച്ചിരി ഉപ്പ് നമ്മൾ ചേർത്തല്ലോ. ഇനി ഒരല്പം മുളക് പൊടി, ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു വിഭവമായിരിക്കും. കുറച്ച് എരിവുള്ളൊരു കാര്യം. നമുക്കൊരു അല്പം എരിവൊക്കെ കഴിക്കണം തോന്നുന്ന ചില സമയങ്ങളുണ്ടല്ലോ, ആ ഒരു മൂഡിന് പറ്റിയ ഒരു ഐറ്റം ആയിരിക്കും. അതായത് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൊരു പാകമാണെങ്കിൽ 1/4 ടീസ്പൂൺ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രമീകരിക്കുക. അപ്പോൾ മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ ആ പച്ചച്ചുവയൊന്ന് മാറണം, അതുവരെ ഇങ്ങനെ വഴട്ടാം. അപ്പോൾ ഈ മുളക് പൊടിയുടെ ആ ഒരു പച്ചച്ചുവയും മാറിക്കഴിഞ്ഞു. ഇനി നമ്മളൊരല്പം നാരങ്ങാനീര്, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ചേർത്താലും മതി. അപ്പോൾ ഇനി എന്താ ചെയ്യണം, തീ കുറച്ചിട്ടിട്ട് എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി എന്താ പറയുക, വാടി കുഴഞ്ഞ് ഒരുപാടായി പോകണ്ട. ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് മീൻ വഴറ്റിയതാണ്, അപ്പോൾ നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. മീനിൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് ഉടഞ്ഞൊന്നും പോകാണ്ട് സൂക്ഷിച്ച് വഴറ്റണം. 5 മിനിറ്റ്സ്, 5 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അങ്ങനെ എത്ര എളുപ്പത്തിലാണ് ഞാൻ നമ്മളുടെ മീൻ വഴറ്റിയത് തയ്യാറാക്കിയത് അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ എന്തായാലും നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചില സ്പൈസിയാണ്, അപ്പോൾ അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ വഴറ്റിയത്. അപ്പോൾ എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രമീകരിക്കാം. മത്സ്യത്തിൻ്റെ കാര്യത്തിലും യാതൊരു നിർബന്ധമില്ല, അത് അയക്കൂറ അല്ലെങ്കിൽ നെയ്മീൻ തന്നെ വേണം. നോക്കുക, ദശക്കട്ടിയുള്ള മറ്റ് മത്സ്യങ്ങളും ഉപയോഗിക്കാം. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മധുരമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നമ്മളതൊരു എന്താ പറയണ്ടേ, വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്ക്വയർസ്. വൈറ്റ് ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ചേർന്ന് വരുന്ന ഒരു സ്ക്വയർ ഷേപ്പിലൊരു മധുരം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്ക്വയർസ്. വൈറ്റ് ചോക്ലേറ്റ് 200 ഗ്രാം ഗ്രേറ്റ് ചെയ്തത്. മധുരമുള്ള ബിസ്ക്കറ്റ് തരിതരിപ്പായി പൊടിച്ചത് 4 കപ്പ്. അണ്ടിപ്പരിപ്പ് തരിതരിപ്പായി പൊടിച്ചത് 1/2 കപ്പ്. ബ്രാൻഡി ഇല്ലെങ്കിൽ വാനില എസൻസ് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ. വെണ്ണ 50 ഗ്രാം. ഐസിങ് ഷുഗർ 1/4 കപ്പ്. മുട്ട 2 എണ്ണം. അപ്പോൾ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്ക്വയർസ് തയ്യാറാക്കി തുടങ്ങാം. അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു പാത്രം വെച്ച് ഒരു ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുക്കേണ്ടത്. 50 ഗ്രാം വെണ്ണ. അത് ഉരുകി തുടങ്ങുമ്പോൾ നമ്മൾ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ വെണ്ണ ചെറുതായി ഉരുകി തുടങ്ങി. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്. ഇത് ചോക്ലേറ്റും വെണ്ണയും കൂടി ചേർന്ന മിശ്രിതമാണ്. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് അരിഞ്ഞു കഴിഞ്ഞു, മാറ്റി വയ്ക്കുക. വെണ്ണ, വൈറ്റ് ചോക്ലേറ്റ് മിശ്രിതം. വേണമെങ്കിൽ ഒരല്പം പാലും കൂടി, ഇതിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിനെ നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുകയാണ്, നമ്മൾ വെണ്ണയും കൂടി ചേർത്തിട്ട്. ഇനി നമ്മൾ മറ്റൊരു പാത്രം, അപ്പോൾ 50 ഗ്രാം വെണ്ണയും 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റുമാണ് ഒന്നിച്ചാക്കി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി എന്താണ്, മറ്റൊരു പാത്രത്തിൽ 2 മുട്ട, ഒന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് മുട്ടയൊന്ന് അടിച്ച് പതപ്പിക്കാം.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊന്നും വേർതിരിക്കുന്നില്ല, ഒന്നിച്ച് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1/4 കപ്പ് ഐസിങ് ഷുഗർ അളന്ന് വെച്ചതാണ്, അതും ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. ഐസിങ് ഷുഗർ ഏകദേശം നന്നായിട്ട് ഈ മുട്ടയുടെ കൂടെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനിയാണ് നമ്മളൊരു ഫ്ലേവറിങ്ങിന് വാനില എസൻസ് ചേർക്കാം, അതല്ലെങ്കിൽ ബ്രാൻഡി ഇഷ്ടമാണെങ്കിൽ, ബ്രാൻഡിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ ബ്രാൻഡി ചേർത്താലും മതി, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില. നമ്മളിപ്പോൾ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. പിന്നെ ഇനിയാണ് 2-3 കാര്യങ്ങൾ. എന്താണ്? നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ്, അതും വെണ്ണയും കൂടി ചേർന്ന മിശ്രിതം, അതും കൂടി ചേർത്ത് അത് അല്പം തണുത്ത ശേഷം ഇതിലേക്ക് യോജിപ്പിക്കും. അപ്പോൾ ഇത് നല്ല സ്വാദിഷ്ടമായൊരു ചോക്ലേറ്റ് ടേസ്റ്റുള്ളൊരു മിശ്രിതമായി മാറിക്കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് മിശ്രിതം ഇവിടെ റെഡിയായിരിക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൗഡർ തരിതരിപ്പായി പൊടിച്ചു വെച്ച്, ഇത് 4 കപ്പുണ്ട് അളന്ന് വെച്ചിട്ടുണ്ട്, കുറേശ്ശെ ചേർക്കുക. അപ്പോൾ അത് ആവശ്യാനുസരണം നമ്മൾ ചേർത്തുകൊണ്ടേയിരിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 കപ്പോളം, ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് പൊടിച്ചത്, ഏകദേശം 1/2 കപ്പുണ്ട്, അതും തരിതരിപ്പായിട്ട് പൊടിച്ച അണ്ടിപ്പരിപ്പ്, അതും ചേർക്കുക. എന്നിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇച്ചിരി ലൂസാണ്. അപ്പോൾ ഇനിയും നമുക്ക് ബിസ്ക്കറ്റ് പൗഡർ ചേർക്കാം. ഇത് ഏതാണ്ട് ടൈറ്റ് ആകുന്നവരെ ചേർക്കാം. അപ്പോൾ 4 കപ്പ് അളന്ന് വെച്ചിരിക്കുകയാണ് ബിസ്ക്കറ്റ് പൊടിച്ചത്. ഇനി വേറൊന്നുമില്ല, ഒരു മോൾഡിലേക്ക് മാറ്റിയാൽ മാത്രം മതി. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്, അതിലേക്ക് മാറ്റാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒന്നും ചേർക്കുന്നില്ല, ഇതാ വൈറ്റ് ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്ക്വയർസിന് ആവശ്യമുള്ള കാര്യങ്ങൾ ലെവൽ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇത് പുറത്തിരുന്നാലും സെറ്റാകും, പക്ഷേ പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒരു 1/2-3/4 മണിക്കൂർ വെച്ചാൽ പെട്ടെന്ന് സെറ്റാകും. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ചിരുന്നാലും മതി. എന്തായാലും ഇത് സെറ്റാകും. സെറ്റായി കഴിഞ്ഞാൽ, ഏകദേശം സെറ്റായി കഴിയുമ്പോൾ ഇതിലിങ്ങനെ വരയ്ക്കുക, ഒരു കത്തി കൊണ്ടിങ്ങനെ സ്ക്വയേഴ്സായിട്ട്. അത് കഴിഞ്ഞാൽ അത് ഇളക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത് സെറ്റാകാനായിട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്ക്വയർസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഇതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റിന് പകരം നമുക്ക് സാധാരണ മിൽക്ക് ചോക്ലേറ്റ് വെച്ച് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവിലൂടെ കാണാം.